ഹലോ, എന്തൊക്കെയാ വിശേഷം? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് പോകുന്നൊരു വീഡിയോ. പുറത്തേക്കെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക്. നമ്മൾ നെട്ര ഗ്രാമത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ നെട്ര ഗ്രാമത്തിൽ പോയിട്ടുള്ളത്. പലരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് നമ്മളും പോകാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത്. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ എത്രയാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയതാ കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വെള്ളത്തിലൊക്കെ അത്യാവശ്യം കളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പൊ അവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഗ്രാമത്തിൽ പോയൊരു ഫീലിങ്സ് ആയിരുന്നേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് വെള്ളത്തിൽ കളിയാണ് കേട്ടോ. നമ്മൾ എത്തിയപാടെ ഇറങ്ങി. എൻ്റെ ഉമ്മച്ചിയോ അനൂക്കയോ എൻ്റെ അനിയത്തിയോ ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവർ ജസ്റ്റ് കാലൊക്കെ നനച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇതാക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നനഞ്ഞാൽ പിന്നെ ഇടങ്ങാറാന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരുന്നു. പക്ഷെ പിള്ളേരും ഞാനൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഴയിലും അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഇറങ്ങുന്ന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാനാണ് കേട്ടോ ഇതിന് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ഈ സ്ഥലം നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അവിടെ കുറേ പേര് കുളിക്കായിരുന്നേ, ആ നാട്ടിൽ തന്നെയുള്ള. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെയാണ് കേട്ടോ അടിപൊളി. അപ്പോൾ അവിടെ ഇറങ്ങായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അവിടുന്ന് നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് പോകാൻ വേണ്ടി മേലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ്. എനിക്ക് അവിടെ നിന്ന് പോകാൻ തന്നെ തോന്നിയില്ല. നല്ല കാറ്റ്, ഒന്നാമത് ഈ പാടം പോലത്തെ സ്ഥലമായതുകൊണ്ട് നല്ല കാറ്റും പിന്നെ തണുത്ത വെള്ളമൊക്കെ ആയിട്ട് കുറേ നേരം അതിൽ കളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ എവിടെ നിന്നൊക്കെയോ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ചെക്ക് ഡാം പോലെ ഇങ്ങനെ കെട്ടി നിർത്തിക്കുക കേട്ടോ. അവിടെയൊക്കെ വെച്ചിട്ട് ചിലരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ കളി മാത്രം. അപ്പോൾ ഇഷ്ടം പോലെ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയാം. ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രാമത്തിൻ്റെ പോലത്തെ ഒരു ഭംഗി ഫുള്ള്. അപ്പോൾ ഗ്രാമം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫുള്ള് ഭംഗിയുണ്ട്. വെള്ളമാണെങ്കിലും നല്ല ക്ലിയർ വെള്ളവും കളിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് എണീക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല വെള്ളത്തിലിരുന്നിട്ട്. കാരണം ചൂടില്ലല്ലോ ഒന്നാമത്. നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സുഖം. പിള്ളേരും അത് തന്നെ കേട്ടോ. ഇവരെയും കയറ്റാൻ നോക്കിയിട്ട് അവരും കയറുന്നില്ല. പിന്നെ വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണോ എൻ്റെ സൗണ്ട് പോയെന്ന് വെച്ചാൽ അല്ല കേട്ടോ. അതിന് മുമ്പേ സൗണ്ടിന് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അന്ന് കുറേ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിരുന്നു. ഒരുപക്ഷെ അതും കൂടെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയൊരു ഗ്രൗണ്ട്, അവിടെയുള്ള കുട്ടികളെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ പോയി കളിയൊക്കെ കാണണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റ് തോന്നിയോണ്ട് വീഡിയോ എടുത്തതാട്ടോ. പിന്നെ അവിടെ തന്നെയുള്ള ഒരു കടയിൽ കയറി നമ്മൾ ഈ സോഡ സർബത്തും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടോ. ഭയങ്കര ദാഹമായിരുന്നേ. നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ദാഹമല്ലേ, അതേപോലെ തന്നെ കേട്ടോ വെള്ളത്തിലൊക്കെ കളിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ അവിടെ തന്നെ ഉള്ളൊരു കടയാട്ടോ, ചെറിയൊരു കട. അപ്പോൾ അവിടുന്ന് സോഡ സർബത്തും പിന്നെ ഇങ്ങനത്തെ കടിയും പിന്നെ ഉമ്മച്ചി ചായയാണ് കേട്ടോ കുടിച്ചത്. ഒരു ചെറിയ ചായക്കട. അപ്പോൾ ഉമ്മച്ചി ചായ കുടിച്ച് പിന്നെ ഉമ്മച്ചി ഒരു ഉള്ളിവടയും വാങ്ങി. അത് തന്നെ നമ്മളെല്ലാവരും മുറിച്ചെടുത്തു കേട്ടോ. വേറെ കടികളൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ ഇപ്പുറത്തെത്തിയപ്പോൾ നമ്മൾ പിന്നെ ഒരു പാനിപൂരീൻ്റെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് എനിക്ക് പാനിപൂരി ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ പ്ലേറ്റിലൊക്കെ കിട്ടുന്ന ഈ മസാലപ്പൂരിയാണോ എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ സംഭവം കേട്ടോ എനിക്കിഷ്ടം. പാനിപൂരി എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ വാങ്ങിയത്. പക്ഷെ അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. സ്വതവേ മുമ്പേ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ കഴിച്ചു. അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതായി. അപ്പോൾ അങ്ങനെ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ എവിടെ പോയാലും കഴിക്കും ഈ സംഭവം. ഇത് കഴിക്കാനാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്. അപ്പോൾ ഞാനിത് വാങ്ങി കഴിച്ച്. ഞാനും അനു ഇതാട്ടോ കഴിച്ചത്. പിന്നെ കുട്ടികളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.